യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ സോയ ചങ്ക്സ് കറി ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വെള്ളം ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ 150 ഗ്രാം സോയ ആയിട്ട് എടുത്തേക്കണേ. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് അവിടെ നിന്ന് കുതിരട്ടെ. ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കരിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് സവാള നുറുക്കി കൊടുക്കാം. ഞാൻ ഒരുപാട് കനം കുറച്ചൊന്നും നുറുക്കണില്ല കേട്ടോ. നമുക്ക് 4 സവാളയും നുറുക്കിയെടുക്കാം. ഇതാ ഞാൻ സവാള നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള എല്ലാം ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി നുറുക്കിയെടുക്കാം. സോയ ചങ്ക്സ് കറി വെച്ചാൽ ബീഫ് കറിയുടെയൊക്കെ അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബീഫൊന്നും കഴിക്കാത്തവർക്ക് സോയ ചങ്ക്സ് കറി വെച്ച് കഴിക്കാം. ഇതാ പച്ചമുളക് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതാ ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ചീനിറ്റി അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചീനിറ്റി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിടാം. ഞാൻ കഴുകി ഉണങ്ങിയ വറ്റൽമുളക് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഞെട്ടൊന്നും കളയണില്ല. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഒരുവിധം വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറി വന്നാൽ മതി കേട്ടോ. നന്നായിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി വന്നിട്ട് നമുക്കതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പൊടിച്ച മസാല കേട്ടോ. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിൽ ഇട്ട് കൊടുത്ത് ഒരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലതായിട്ട് വെന്ത് വരട്ടെ. കുക്കറിലിട്ട് കൊടുത്ത് നമുക്കൊരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം, ആ ചീനിറ്റ് കഴുകി ഞാൻ കുറച്ച് വെള്ളം ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസ് അടുപ്പത്തേക്ക് വയ്ക്കാം. ഞാൻ സോയ ചങ്ക്സ് വെള്ളം കളഞ്ഞ ഒരു 4 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അരിപ്പ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളൂ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒന്ന് തവി കൊണ്ട് ഉടച്ചാലാട്ടോ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. നമുക്കതിനി ഒരു ചീനീറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കാരണം നമ്മുടെ സോയ ചങ്ക്സിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഞാൻ പിഴിഞ്ഞെടുത്തിട്ടില്ല, നല്ലോണം കഴുകി അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുള്ളൂ. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. അത് സോയ ചങ്ക്സ് ഇനി അധികം വേവ് ഒന്നും വേണ്ട. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടനും അമർത്തണം കേട്ടോ.